പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇന്ന് പിന്നെ ഞാൻ കൊണ്ടുവന്ന വണ്ടി കണ്ടില്ലേ, ഇത് KSRTCയുടെ ലോ ഫ്ലോർ ബസ്സാ, അല്ലെങ്കിൽ KURTC എന്ന് വേണമെങ്കിലും പറയാം. ഇന്ന് നമ്മൾ ഈ ബസ്സിലാണ് ട്രിപ്പൊക്കെ പോണേ. ഇന്ന് പിന്നെ പിഞ്ചാനും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടാ. പിഞ്ചാനാണ് ബസ് ഓടിക്കാൻ പോണേ. എടാ പിഞ്ചാനെ, നീ ഓടിക്കില്ലേ? ഈ ബസ്സിന് നല്ല വലിപ്പമുണ്ട്. ആ, അതൊക്കെ ഞാൻ ഓടിച്ചോളാം. വലിയ ബസ്സാണെങ്കിലും അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. ആ, എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ നമ്മുടെ ഷിൻചാനില്ലേ, ഷിൻചാൻ ജയ്ഗുരുവിൻ്റെ ഗന്ധർവൻ 2.0 അത് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ആ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇന്ന് പിന്നെ നമ്മുടെ പിഞ്ചാനാണ് ബസ് ഓടിക്കണേ. ഇന്ന് ഇതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും, നോക്കിക്കോ. എന്തുട്ടണ്ണാ, എന്നെ കളിയാക്കാണോ? ഇപ്പം നമ്മുടെ വണ്ടിയിൽ 100% ഹെൽത്ത് ഉണ്ട്. ഇതിൽ 1% പോലും കുറയില്ല. കാണണ? ആ, എനിക്കൊന്ന് കാണണം. അവസാനം 1% മാത്രം ഹെൽത്ത് ഉണ്ടാവും, ബാക്കി 99% ഷൂം. ഇവിടെ പിന്നെ മുമ്പിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവരുടെ മേത്തൊന്നും പോയി കയറ്റല്ലേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആൾക്കാർ വണ്ടിയിൽ കയറുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടാ. എടാ പിഞ്ചാനെ, നോക്കിയും കണ്ട് ഓടിച്ചോളൂ. ആ അണ്ണാ, അതൊക്കെ ഞാൻ ഏറ്റു. ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ ആൾക്കാർ വണ്ടിയിൽ കയറിയേക്കാണ്. നമുക്കിനി ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പിന്നെ പോകേണ്ട സ്ഥലമില്ലേ, ആ സ്ഥലത്തിൻ്റെ പേര് യോഗ്യകർത്ത എന്നാ. ഏയ്, ഞാൻ മുന്നേ ആ സ്ഥലത്തേക്ക് പോയിണ്ടല്ലോ. ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്, അത് ഉറപ്പാ. എടാ പിഞ്ചാനെ, വണ്ടി വളയ്ക്കുമ്പോഴേ ഒന്ന് മിറർ നോക്കണത് നല്ലതാ. പറയാൻ പറ്റില്ല, ഈ വണ്ടിക്ക് നല്ല വീൽ ബേസ് ഉണ്ട്, ചിലപ്പോൾ സൈഡിൽ തട്ടും. അതുകൊണ്ട് മിറർ നോക്കാൻ പറയണേ. ആ അണ്ണാ, ഞാനിവിടെ മിററൊക്കെ നോക്കുന്നുണ്ട്, തട്ടാണ്ട് ഞാൻ നോക്കിക്കോളാം. എടാ പിഞ്ചാനെ, നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കണ്ടേ? ഈ വണ്ടി എത്ര സ്പീഡിൽ പോകുന്നു നമുക്ക് നോക്കി നോക്കാം. ഏയ്, അത് വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ ആദ്യം മര്യാദയ്ക്ക് വണ്ടി ഓടിക്ക്. ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പോൾ പിഞ്ചാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നുണ്ട് കേട്ടാ. ഷിൻചാൻ്റെ പോലെയല്ല, കുറച്ച് ശ്രദ്ധയുണ്ട്. എടാ പിഞ്ചാനെ, കുറച്ചൊക്കെ സ്പീഡിൽ പോവാം. ഞാൻ പതുക്കെ പോവാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് തീരെ പതുക്കെ പോവല്ലേ. ഇച്ചിരി സ്പീഡിൽ പോ, മാക്സിമം ഒരു 120 അത്ര മതി. ഇവിടെ പിന്നെ റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് നീ സ്പീഡിൽ പൊക്കോ. തിരക്കുണ്ടെങ്കിൽ പിന്നെ സ്പീഡ് കുറയ്ക്ക്, അന്നേരം സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, റോഡ് ഓൾമോസ്റ്റ് കാലിയാണ്. അണ്ണാ അതെ, ഈ വണ്ടിക്ക് തീരെ പിക്കപ്പില്ല, 100-ലൊക്കെ പതുക്കെ എത്തണ. ഈ വണ്ടി വില കയറ്റില്ല. എടാ പിഞ്ചാനെ, ഇത് സർക്കാരിൻ്റെ വണ്ടിയാ, ഇവർ ചിലപ്പോൾ സർവീസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ആ, അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ പിന്നെ സിഗ്നൽ ഉണ്ട്, നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോകണ്ടേ. പതുക്കെ അങ്ങ് റൈറ്റിലേക്ക് എടുക്കുക. വണ്ടി തട്ടിയ നീ അപ്പം മിററൊന്നും നോക്കിയില്ലേ? അതാ ഇന്നോവക്കാരൻ വന്ന് താങ്ങിയതാ, ഞാൻ മര്യാദയ്ക്ക് തന്നെ വളച്ച. വണ്ടിയുടെ ഹെൽത്ത് ഒന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ശരി. ഇവിടെ പിന്നെ മുമ്പിൽ റെഡ് സിഗ്നൽ ഉണ്ട്. ശരിക്കും ഇവിടെ റെഡ് സിഗ്നൽ നിർത്തേണ്ട ആവശ്യമില്ല. മുമ്പിൽ ആ കാറുകാരൻ നിർത്തിയ കാരണമാണ് നമുക്ക് നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ സുഖമായിട്ട് കടന്ന് പോവായിരുന്നു. എടാ പിഞ്ചാനെ, നീ ഒരു കാര്യം ചെയ്യ്, ആ കാറുകാരനെ എങ്ങനെയെങ്കിലും ഓവർടേക്ക്, അല്ലെങ്കിൽ എല്ലാ സിഗ്നലിലും നിൽക്കേണ്ടി വരും. ആ അണ്ണാ, ഞാൻ ഇപ്പം തന്നെ ഓവർടേക്ക് ചെയ്യാം. ഏയ്, ഇതെന്തത്? അയാൾ കയറിപ്പോയില്ലോ. ഈ വണ്ടിക്ക് സ്പീഡും ഇല്ല, പിക്കപ്പും ഇല്ല, ബ്രേക്കും ഇല്ല, വളച്ച വളയൂല, സർവീസും ചെയ്യില്ല. ഇത് എന്തൊട്ട് വണ്ടിയത്? എടാ പിഞ്ചാനെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വണ്ടി ഇങ്ങനെ പോവുള്ളൂ. അടുത്ത പ്രാവശ്യമേ ഞാൻ നിനക്ക് ടാറ്റയുടെ KSRTC തരാം, അത് ഓടിച്ചു നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടാവും. ആ വണ്ടി നൈസാണ്. ടാറ്റയുടെ KSRTC? അതിലിപ്പോൾ എന്തുട്ടുള്ള, എന്താണ് പ്രത്യേകത? എടാ പിഞ്ചാനെ, ഈ ടാറ്റയുടെ KSRTC നീ വിചാരിക്കണ പോലെയല്ല. ആ വണ്ടിക്ക് ഭയങ്കര സ്പീഡാ, നല്ല സ്പീഡുണ്ട്, നല്ല പിക്കപ്പും ഉണ്ട്. അത് മാത്രമല്ല, നല്ല ബ്രേക്കിങ്ങും ഉണ്ട്. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. അത് ശരി, അത് കൊള്ളാലോ.
എത്രയായിരിക്കും ആ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്? ആ വണ്ടി ഒരു 230 വരെ പോവും. 230? അത് കൊള്ളാലോ. എന്നാൽ പിന്നെ ആ വണ്ടി ഓടിച്ചിട്ടേ കാര്യമുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ടാറ്റയുടെ KSRTC ഓടിക്കും. എടാ പിഞ്ചാനെ, ഈ ഭാഗത്ത് അധികം സ്പീഡിൽ പോവണ്ട, ഒന്ന് പതുക്കെ പോയാൽ മതി. ഞാൻ ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ വട്ടം വന്നിട്ടുണ്ട്. എടാ പിഞ്ചാനെ, നീ എങ്ങോട്ടേക്ക് പോണ്? ഇത് റോങ് സൈഡാ. അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു മിനിറ്റ്, നമുക്ക് പതുക്കെ ലെഫ്റ്റ് എടുക്കാം. സീനില്ല. എടാ പിഞ്ചാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അണ്ണാ, ശ്രദ്ധിച്ചോളാം. എടാ പിഞ്ചാനെ, ഇതൊരു വൺ വേയാ. ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് വണ്ടിയുടെ ടോപ്പ് സ്പീഡില്ലേ അത് ഇവിടെ വെച്ച് നോക്കാന്നാ. ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് തോന്നണില്ല. ഇവിടെ കണ്ടില്ലേ, മുമ്പിൽ ഇഷ്ടം പോലെ വണ്ടികളാ. എടാ പിഞ്ചാനെ, നിർത്ത്. ജസ്റ്റ് മിസ്ട്ടാ. ഇപ്പോൾ കൊണ്ടേ ഇടിച്ചാന്. അയാൾ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണേ? വല്ലപ്പോഴൊക്കെ മിററിൽ നോക്കാം. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഡാമേജ് ഒന്നുമില്ല. ഇപ്പോഴും 100% ഹെൽത്ത് ഉണ്ട്. നമ്മുടെ പിഞ്ചാൻ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഓക്കെ ഗേസ്, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടാ. ഇനി അധികം ദൂരമൊന്നുമില്ല. എടാ പിഞ്ചാനെ, നീ റോങ് സൈഡ് എടുത്ത് വിട്ടോ. ഇവന്മാരുടെ പിന്നാലെ പോയാൽ ഈ അടുത്തൊന്നും എത്തില്ല. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. പിഞ്ചാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ 1% പോലും ഡാമേജ് കുറയില്ലെന്ന്. അതേപോലെ തന്നെ ഓടിച്ചു. വണ്ടിയിൽ ഇപ്പോഴും 100% ഹെൽത്ത് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമ്മളിത് ആൾക്കാരെ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.